ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം നടത്തിയ കേസിൽ പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കണ്ടുകെട്ടാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്നതാണല്ലോ. കെറ്റാമലോൺ ശൃംഖലയുമായി റിസോർട്ട് ഉടമയ്ക്ക് ഭാര്യയ്ക്കും നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ NCBയുടെ നടപടി എന്താണ്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അത് ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി ഇടപാട് കേസിൽ പ്രതികൾ അറസ്റ്റിലായതിന് പിന്നാലെ ഇവർ സമ്പാദിച്ച പണം മറ്റ് ഏതെങ്കിലും സമ്പാദ്യങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉപയോഗിച്ചിരുന്നു എന്ന് NCB അന്വേഷിച്ചിരുന്നു. അതിൽ പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിന്റെ പണമിടപാടിൽ ഈ ലഹരി ഇടപാടിന്റെ ഭാഗമായി സമ്പാദിച്ച പണം ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി. പാഞ്ചാലിമേട്ടിലുള്ള റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ പണം ഇടപാടിൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അരുൺ തോമസും ഡിയോളിന്റെ ഭാര്യ അഞ്ജുവും ഉൾപ്പെടെയുള്ളവർക്ക് ഈ റിസോർട്ട് വാങ്ങാൻ സഹായമായത് ഇതിൽ നിന്നുള്ള പണം കൂടി ഉണ്ട് എന്നുള്ളതാണ് NCBയുടെ പ്രാഥമിക നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പാഞ്ചാലിമേട്ടിലെ സൺവാലി എന്ന് പറയുന്ന റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അവർക്ക് നൽകും. അതിനുശേഷമായിരിക്കും കണ്ടുകെട്ടൽ നടപടികൾ തുടങ്ങുക. ലഹരി കേസിൽ 4 പേർ അറസ്റ്റിലായതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നടപടിയാണ് ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുവകകൾ തിരികെ കണ്ടുകെട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ED ഉൾപ്പെടെ ഈ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിനിടെയാണ് ഇപ്പോൾ NCB സുപ്രധാനമായ ഒരു നടപടിയിലേക്ക് കടക്കുകയും ലഹരി ഇടപാടിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ, 24 പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം നടത്തിയ കേസിലാണ് പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കണ്ടുകെട്ടാനുള്ള തീരുമാനം NCB കൈക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ട് ഉടമയ്ക്കും ഭാര്യയ്ക്കും കെറ്റാമലോൺ എന്ന ശൃംഖലയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് NCBയുടെ വളരെ പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത്.